നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്താണെന്നും അതിൻ്റെ കുറേ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. നമുക്കിനി ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്താണെന്ന് നോക്കാം. അതിൻ്റെ കുറേ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ AP കോൺസ്റ്റിറ്റ്യൂട്ടീവ് ടേംസ് തമ്മിലെന്ന് വെച്ചാൽ ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ് ആണ്. എന്നാൽ പ്രോഗ്രഷനിൽ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ടേംസ് എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷനാണ് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ 2, 4, 8, 16 എക്സെട്ര. ഇതൊരു ജിയോമെട്രിക് 2 × 2 4, 4 × 2 8, 8 × 2 16 ഇങ്ങനെയല്ലേ പോകുന്നത്. ദെൻ മറ്റൊരു എക്സാമ്പിളാണ് 1/9 -7, 1/81 -1/243 എക്സെട്ര. ഇവിടെ ചെയ്ത് തമ്മിലുള്ള ഡിഫറൻസ് -1/3 ആണ്. 1/9 × -1/3 ആണ് -1/27. അതുപോലെ -1/27 1/3 കൊണ്ട് -1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 1/81 കിട്ടുന്നത്. അതുപോലെ 1/81 -1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -1/243 കിട്ടും. ഇവിടെ വെച്ചാൽ നമ്മൾ കോമൺ ഡിഫറൻസ് എന്നായിരുന്നു ഇതിൻ്റെ വ്യത്യാസം APക്കകത്ത് പറയുന്നത്. GPയിൽ അത് കോമൺ റേഷ്യോ ആണ്. കോമൺ റേഷ്യോ സൂചിപ്പിക്കുന്ന R. കോമൺ റേഷ്യോ R = APയിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് T2 - T1 ആയിരുന്നു. എന്നാൽ GPയിൽ എങ്ങനെയാണ്? T2 / T1 ആണ്. = T3 / T2 = T4 / T3 എക്സെട്ര. ജനറലായിട്ട് നമുക്ക് എങ്ങനെ പറയാം? Tn / Tn - 1 ആണ്. ഇതാണ് കോമൺ റേഷ്യോ. കോമൺ റേഷ്യോ ആറിന് ജനറലായിട്ട് നമുക്ക് Tn / Tn - 1 എന്ന് പറയാം. അതുപോലെ nth ടേം കാണുന്നതിനുള്ള ഇക്വേഷനാണ് ജിയോമെട്രിക് പ്രോഗ്രഷനിലെ nth ടേം കാണുന്നതിനുള്ള ഇക്വേഷനാണ് nth ടേം Tn. Tn = A × R⁻n - 1. Tn = A × R⁻n - 1. A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും R എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസും ആണ്. ഇവിടെ T1 എന്ത് കിട്ടും നമുക്ക്? T1ന് നമുക്ക് A × R⁻1 - 1 എന്ന് പറയുന്നത് എന്തായും 0 ആയിപ്പോകും. 1 - 1 R⁻0 എന്ന് പറയുന്നത് 1 ആണ്. = A. T1 = A എന്ന് കിട്ടും. T2 എന്ന് പറയുന്നത് A × R⁻2 - 1 A × R⁻1 എന്ന് കിട്ടും എന്ന് വെച്ചാൽ AR. T3 = A × R⁻n - 3 അല്ല 3 - 1 എന്ന് പറയുന്നത് 2 കിട്ടും. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എത്രാമത്തെ ടേം? ഇതിൽ നിന്ന് ഒന്ന് കുറവായിരിക്കും ഇവിടെ. അപ്പം nth ടേം Tn = A × R⁻n - 1 എന്ന് കിട്ടും. നമുക്ക് ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ്റെ n-ാം പദം കാണുന്നതിനുള്ള ഒരു പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് 6th ടേംസ് ഓഫ് GP 2, 4, 8 എക്സെട്ര. ഈ സീക്വൻസിലെ 6th ടേം കാണണം. ഇത് സീരീസ് എന്ന് പറയുന്നത് 2, 4, 8 എക്സെട്ര. 6th ടേം എന്ന് പറയുമ്പം T6 = AR⁵5. A = 2, R = T2 / T1 4/2 = 2 എന്ന് കിട്ടും. T6 = 2 × R⁵5 2/5. നമുക്കിതിനെ 2/6 എന്ന് എഴുതാമല്ലോ. 2/5 × 2 എന്ന് പറയുന്നത് 2/6. 2/6 എത്ര? അങ്ങനെ എഴുതുന്നത് 2, 4, 8, 16, 32, 64. 2/6 എന്ന് പറയുന്നത് 64.
അതുപോലെ ജിയോമെട്രിക് പ്രോഗ്രഷൻ്റെ സം കാണുന്നതിന് 2 ഫോർമുലാസ് ഉണ്ട്. ഏതൊക്കെയാണ്? എസ് എൻ ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് ആർ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ, അല്ലെങ്കിൽ എസ് എൻ ഈക്വൽ ടു എ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1. അപ്പോൾ ഇത് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ എസ് എൻ ഈക്വൽ മൈനസ് ആർ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആറും, ആർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എസ് എൻ ഈക്വൽ ടു എ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1ഉം ഉപയോഗിക്കണം. അതുപോലെ തന്നെ ജിയോമെട്രിക് മീൻ കാണുന്നത്. ജിയോമെട്രിക് മീൻ നമ്മൾ അരിത്തമെറ്റിക് മീൻ പഠിച്ചായിരുന്നല്ലോ. അരിത്തമെറ്റിക് മീൻ എന്ന് വെച്ചാൽ എ ബി സി എന്നിവ മൂന്ന് പദങ്ങൾ എ പിയിലാണെങ്കിൽ ബി എന്ന് പറയുന്നത് എ പ്ലസ് സി ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും അല്ലേ. ഇവിടെ എ ബി സി എന്നീ 3 പദങ്ങൾ ജി പിയിലാണെങ്കിൽ ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സി ആയിരിക്കും. ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സി ആയിരിക്കും. അതുപോലെ ഇതിനകത്ത് ഒരു ഇക്വേഷനും കൂടിയുണ്ട്. സം ഓഫ് ഇൻഫൈനൈറ്റ് ജിയോമെട്രിക് പ്രോഗ്രഷൻ. സം ഓഫ് എൻ ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് എസ് എൻ അല്ലേ. അതുപോലെ സം ഓഫ് ഇൻഫൈനൈറ്റ് ജിയോമെട്രിക് പ്രോഗ്രഷൻ എസ് ഇൻഫിനിറ്റി ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. എസ് ഇൻഫിനിറ്റി ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. ഫോർ എക്സാമ്പിൾ 3, 9, 27 എക്സെട്ര. ഇതൊരു ജിയോമെട്രിക് പ്രോഗ്രഷനാണ്. നമുക്ക് എസ് ഇൻഫിനിറ്റി കാണണം. എസ് ഇൻഫിനിറ്റി ഇവിടെ എന്തൊക്കെയുണ്ട്? എ ഈക്വൽ ടു 3, ആർ ഈക്വൽ ടു 9/3 ഈക്വൽ ടു 3. എസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 1 മൈനസ് 3. എസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും? 3/2 എന്ന് കിട്ടും. നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. വിച്ച് ടേം ഓഫ് ദി സീക്വൻസ് എക്സെട്ര ഈസ് 128? ഈ സീരീസിൽ ഇതൊരു ജിയോമെട്രിക് സീരീസാണ്. 2 root 2 4 എക്സെട്ര. ഈ ജിയോമെട്രിക് സീരീസിലെ എത്രാമത്തെ ടേമാണ് 128 എന്ന് കാണും. ഇവിടെ ഫസ്റ്റ് ടേം എ എന്ന് പറയുന്നത് 2, കോമൺ റേഷ്യോ ആർ ഈക്വൽ ടു T2 divided by T1. 2 root 2 divided by 2 equal to root 2. Tn equal to 128. നമുക്കറിയാം Tn എന്ന് പറയുന്നത് എന്താണ്? A r raised to n minus 1 ആണ് Tn എന്ന് പറയുന്നത്. A എന്ന് പറയുന്നത് 2, കോമൺ റേഷ്യോ ആർ എന്ന് പറയുന്നത് റൂട്ട് 2 റേസ് ടു n മൈനസ് 1 ഈക്വൽ ടു 128. നമുക്ക് ഈ 128നെ റൂട്ട് 2ൻ്റെ ടേമിലേക്ക് മാറ്റാം. 128നെ നമ്മൾ ചെയ്യുമ്പം 2, 64, 2, 32, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 16, 2, 8 കിട്ടും, 2, 4, 2. അപ്പോൾ 1, 2, 3, 4, 5, 6, 7. 2 raised to 7 ആണ് 128 എന്ന് പറയുന്നത്. 2 into root 2 raised to n minus 1 equal to 2 raised to 7. ഇവിടുത്തെ ഒരു 2ഉം ക്യാൻസൽ ആയി പോകും. അപ്പോൾ റൂട്ട് 2 raised to n minus 1 equal to 2 raised to 6. 2 raised to 6 ആണെങ്കിൽ നമുക്ക് റൂട്ട് 2 raised to എന്ന് എഴുതാം, 12 എന്ന് എഴുതാം അല്ലേ. റൂട്ട് 2 raised to n minus 1 equal to റൂട്ട് 2 raised to n minus 1 equal to റൂട്ട് 2 raised to, കാരണം റൂട്ട് 2ൻ്റെ സ്ക്വയർ അല്ലേ 2 എന്ന് പറയുന്നത്, റൂട്ടിൻ്റെ സ്ക്വയർ ആണ് 2 എന്ന് പറയുന്നത്. അപ്പം 2 raised to 6നെ റൂട്ട് 2 raised to
12 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ നമുക്ക് എന്ത് കിട്ടും? n-1 ഈക്വൽ ടു 12 ഇംപ്ലൈസ് n ഈക്വൽ ടു 13. n എന്ന് പറയുന്നത് 13 എന്ന് കിട്ടും. The next question, for what value of x the numbers -2/7 x -7/2 are in GP? ഈ 3 ടേംസും ജി പിയിലാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കാണാൻ നമ്മൾ ജിയോമെട്രിക് മീൻ പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് എ ബി സി എന്നീ 3 പദങ്ങൾ ജി പിയിലാണെങ്കിൽ ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സി ആയിരിക്കും അല്ലേ. ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സി ആയിരിക്കും. എ ബി സി എന്നീ 3 പദങ്ങൾ ജി പിയിലാണെങ്കിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സി ആയിരിക്കും. ഇവിടെ അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എയുടെ സ്ഥാനത്ത് -2/7 ഇൻറ്റു സിയുടെ സ്ഥാനത്ത് -7/2 ഈക്വൽ ടു 7ഉം ക്യാൻസലായി പോവും, 2ഉം ക്യാൻസലായി പോവും, ഈക്വൽ ടു റൂട്ട് ഓഫ് 1 എത്താണ്? +or-1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തെന്ന് കിട്ടും? എക്സ് ഈക്വൽ ടു +1 അല്ലെങ്കിൽ -1. The next question, find the 12th term of a GP whose 8th term is 192 and common ratio 2. നമുക്ക് 12th term ജി പിയുടെ 12th term കണ്ടുപിടിക്കണം. എന്താണ് തന്നിരിക്കുന്നത്? 8th term തന്നിട്ടുണ്ട്. T8 എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. 192 ആണ് തന്നിട്ടുണ്ട്. കോമൺ റേഷ്യോ R ഈക്വൽ ടു 2 ആണെന്നും തന്നിട്ടുണ്ട്. നമുക്ക് 12th term കണ്ടുപിടിക്കണം. ഈ 12th term കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് AR⁻11 ആയിരിക്കും ഒരു T12 എന്ന് പറയുന്നത്. T12 ഈക്വൽ ടു AR⁻11 ആയിരിക്കും. അപ്പോൾ ഈ ഇതിനകത്ത് നമുക്ക് 6 ഉണ്ട്. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. നമുക്ക് T8 തന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കോമൺ റേഷ്യോ 6 ഉണ്ട്. നമുക്ക് അതിനകത്ത് നിന്ന് ഫസ്റ്റ് ടേമായ എ കണ്ടുപിടിക്കാം. T8 എന്ന് പറയുന്നത് AR⁻7 ഈക്വൽ ടു T8. T8 എത്രയാണെന്നറിയാം? 192 ആണെന്നറിയാം. R 2 ആണ്. A ഇൻറ്റു 2⁻7 ഈക്വൽ ടു T8 എന്നുള്ളത് 192. അങ്ങനെയാണെങ്കിൽ A ഈക്വൽ ടു 192 ഡിവൈഡഡ് ബൈ 2⁻7. നമുക്ക് ഈ 192നെ ഒന്ന് 2⁻2ൻ്റെ ടേമിലോട്ട് മാറ്റാം. 192ന് 9 × 2 18 2 4 8 2 24 2 12 2 6 2 3. അപ്പോൾ 1 2 3 4 5 6 2⁻6 ഇൻറ്റു 3 എന്ന് കിട്ടും. 192 എന്ന് പറയുന്നത് 2⁻6 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2⁻7 ഈക്വൽ ടു ഇവിടെ 2⁻6ഉം ഇവിടുത്തെ 2⁻6ഉം ക്യാൻസലായി പോവും. പിന്നെ ഇവിടെ താഴെ ഒരു 2 കൊണ്ട് 3/2 എന്ന് കിട്ടും. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3/2 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T8 കണ്ടുപിടിക്കണം. T12 കണ്ടുപിടിക്കണം. T12 ഈക്വൽ ടു AR⁻11 ഈക്വൽ ടു എ എന്ന് പറയുന്നത് 3/2 ഇൻറ്റു R⁻11 2⁻11 ഈക്വൽ ടു 3 ഇൻറ്റു 2⁻10. 2⁻10 എന്ന് പറയുന്നത് എത്ര? 1024 ആണ്. ഈക്വൽ ടു 3 ഇൻറ്റു 1024. നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 3072 എന്ന് കിട്ടും. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ജിയോമെട്രിക് പ്രോഗ്രഷനിലെ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.